എൻ്റെ ഡ്രാഫ്റ്റ്സ് ക്ലിയറിങ്ങിൻ്റെ ഭാഗമായിട്ടേ കിട്ടിയ ഒരു വീഡിയോ ആണ്. കണ്ടപ്പം കുറച്ച് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടപ്പം നമുക്കൊരു നെസ്റ്റ് അടിച്ചു. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കും, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പലതും നടക്കൂട്ടോ, അതിങ്ങനെ നിങ്ങൾ വല്ലാണ്ട് മൈൻഡാക്കണ്ട. നമുക്കും കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോവാം. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കണക്റ്റ് ആവുക ഒരു 30+ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. ഇത് കേട്ടിട്ട് 30+ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കണക്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോവണ്ട കേട്ടോ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. 30+ ആയവർക്ക് കൂടുതൽ കണക്റ്റ് ആവും. പക്ഷേ ഇപ്പോൾ ഒരുപാട് എല്ലാവർക്കും കുറേയൊക്കെ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കുറേ പേർക്കൊക്കെ കുറച്ചും കൂടെ അധികം ആൾക്കാർക്ക് ഇപ്പം നമ്മളെ ഇഷ്ടങ്ങളോടും നമ്മളെ കുറേ കൂടെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടത്തേക്കാളും. ഇപ്പം എനിക്ക് നോക്കുമ്പോൾ എൻ്റെ അമ്മേൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ വല്യമ്മാൻ്റെ ജനറേഷൻ, എൻ്റെ ജനറേഷൻ, എൻ്റെ മോളെ ജനറേഷൻ അങ്ങനെ നോക്കുമ്പോൾ അപ്പം എൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ ഫോർവേഡാണ് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഉമ്മയൊക്കെ ആവുമ്പം ഉമ്മ ഒന്നും അങ്ങനെ അവരൊന്നും അങ്ങനെ ആലോചിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവർക്കൊന്നും ആലോചിക്കാനേ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ വെക്കേഷൻ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ലൈവായിരിക്കുമല്ലോ അല്ലേ നമ്മളെ കിച്ചണൊക്കെ. പക്ഷേ ആ ഒരു സ്ഥിതി ആയിരിക്കില്ലല്ലോ ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ. പിള്ളേരെ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പം അമ്മമാർ മാത്രമുള്ള വീടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, പിള്ളേർക്ക് കൊണ്ടുപോകുന്ന ആ ഫുഡ് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അധികം അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. ഒറ്റയ്ക്കായാലും അധികം അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഫാമിലി ഉണ്ടെങ്കിലും ഇപ്പം അവരെല്ലാവരും ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക, അയാൾക്കിത് ഇഷ്ടമല്ല, മറ്റേയാൾക്ക് ഇത് ഇഷ്ടമല്ല, ഹസ്ബൻഡിന് ഇത് ഇഷ്ടമല്ല, ഇനി വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് അപ്പോൾ അത് ഇഷ്ടമല്ല. പക്ഷെ നമുക്കതൊക്കെ ഇഷ്ടമാവും. നമ്മളത് മറ്റുള്ളവർക്കാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഒരു മാറ്റം വരണമെന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പം ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കുന്നവരുണ്ട്, അത് വേറെ. അതല്ലാണ്ട് ഇപ്പം പിള്ളേർ, ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പം ആ തോരനും ജസ്റ്റ് ആ കറിയൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മതി, ഇനിയിപ്പം രാത്രി അവർ വരുമ്പോഴേക്കും അല്ലേ, അപ്പോൾ രാത്രി ഇനി വേറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇത് വെച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഫുഡിൻ്റെ കാര്യത്തിൽ പോലും നമ്മളെ ഒരു തൃപ്തിപ്പെടുത്താൻ പറ്റാറില്ല എന്നുള്ളതാണ്. അത് മതി, എനിക്കല്ലേ, ആ ഒരു ചിന്തയാണല്ലേ നമ്മളെല്ലാത്തിൻ്റെയും പ്രശ്നം. അത് മതി, എനിക്കല്ലേ എന്ന് മാത്രം. അങ്ങനെ ഒഴിവാക്കേണ്ട ആൾക്കാരാണോ നമ്മൾ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എല്ലാ പിള്ളേരൊക്കെ പോയന്ന് നമ്മളെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അകന്ന ബന്ധു. അപ്പം നമ്മൾ വരുമ്പോൾ ഇത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് വിഭവസമൃദ്ധമായിട്ട് കൊടുക്കും. നമ്മളങ്ങനെ വിഭവസമൃദ്ധമായിട്ടൊന്നും കഴിക്കണ്ട, പക്ഷേ നമുക്കിഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മളെ സെൽഫ് ലവ് സത്യത്തിൽ തുടങ്ങേണ്ടത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്, ആ ഒരു കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ തന്നെയാണ് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക.
അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു അകന്ന ബന്ധുവിനോടോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ടിനോടോ കാണിക്കുന്ന ഒരു സ്നേഹം പോലും നമ്മൾ നമ്മളടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്കല്ലേ ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ അതൊരു ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മളെ പറ്റി ആദ്യം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒന്നുമല്ല. നമ്മൾക്കാണ് തോന്നേണ്ടത് അതിനെന്താ, എനിക്ക് കഴിക്കണം, എനിക്ക് ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൂടാ. അതല്ലെങ്കിൽ എനിക്ക് നല്ല ഭംഗിയിൽ അവരിത് പറയൂലേ, ഇവരിത് പറയില്ലേ, ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കും ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ടാൽ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നിങ്ങൾ ആ ഡ്രസ്സ് ഇടുക, അത്ര തന്നെ. ആരെന്തും പറഞ്ഞോട്ടെ, വിഷയമേ അല്ല. ഇത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പം മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ലിപ്സ്റ്റിക്ക് ഇട്ട് ഇറങ്ങുമ്പോഴും ചില ആൾക്കാരെ മോന്ത കാണുമ്പോൾ നമ്മളെന്തോ വലിയ അപരാധം ചെയ്ത പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കണ്ടെന്ന്. ഒരു സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും പറയും പൊട്ടിയടിച്ചിട്ടാണല്ലേ ഇറങ്ങിയിട്ടുള്ളത്. അതൊന്നും കേട്ട് നിങ്ങൾ തളരരുത് രാമൻകുട്ടി. അതിനെന്താ, നല്ല രസമല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ മതി. അതോടെ തീരും. അപ്പോൾ പറഞ്ഞു വന്നത് പെണ്ണുങ്ങളെ നിങ്ങളോടാണ്. ഇനി നമ്മൾ ജീവിച്ച അത്ര വർഷങ്ങളൊന്നും ഇനി ജീവിക്കില്ല, ഉറപ്പായും. ആ ജീവിച്ച അത്രയും ഒരു ആരോഗ്യത്തോടെ നമ്മൾ ഉണ്ടാവാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഇനി വളരെ കുറച്ച് സമയങ്ങളെ നമ്മളെ കയ്യിലുള്ളൂ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് സമയങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ ഇഷ്ടത്തിന്, നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, എല്ലാം ചെയ്യാൻ പറ്റിയാൽ നല്ലത്. പക്ഷേ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുഞ്ഞു കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ അത് വലിയ ചേഞ്ചസ് നിങ്ങൾ ലൈഫിലുണ്ടാക്കും. ഇനി 2 വാക്ക് വീഡിയോനെ പറ്റി സംസാരിക്കാം അല്ലേ. നല്ല അടിപൊളി ദിവസമാണ്, നല്ല ഫുഡുള്ള ദിവസം നമ്മളിങ്ങനെ പറയൂലേ, ഇന്ന് ആരെ കണ്ടിട്ടാണ് അവല്ല എണീറ്റത്, അതേപോലെ ഇന്ന് ഏതോ ഒരു നല്ല മനുഷ്യനെ കണ്ടിട്ടാണ് ഞാൻ എണീറ്റിട്ടുള്ളത്. രാവിലെ തന്നെ വറുത്തരച്ച ബീഫ് കറി, പത്തിരി, ഉച്ചയാകുമ്പോഴേക്കും നല്ല ചിക്കൻ മന്തി, രാത്രി വീണ്ടും ചിക്കൻ മന്തി. വേറെന്താണല്ലേ സന്തോഷിക്കും. അത്ര തന്നെ. മന്തി കണ്ടിട്ട് പിള്ളേരെ മുഖത്ത് സന്തോഷം കണ്ടോ? എത്ര ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കണ. കഞ്ഞി, കക്കോലി, കോഴിക്കാലൊക്കെ കടിക്കണോക്ക്. അങ്ങനെ പിന്നെ നമ്മൾ വൈകിട്ട് ചോക്കോസും പാലൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ച് 2 എണ്ണത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുളിപ്പിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.